നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ടൂളാണ് പ്രെയർ, പ്രാർത്ഥന. എന്നാൽ ഈ മാനിഫെസ്റ്റേഷൻ ഒന്ന് സ്ട്രോങ് ആക്കുന്നതിനും ഒന്ന് സ്പീഡപ്പ് ചെയ്യുന്നതിനും വേണ്ടി പണ്ട് മുതൽ അവലംബിച്ചു വന്ന പ്രാർത്ഥനാ രീതിയിൽ ഒരു മാറ്റം വരുത്തി സയൻറ്റിഫിക് പ്രെയർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. എന്താണ് സയൻറ്റിഫിക് പ്രെയർ? അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വൺനെസ് ആണ്. അതായത് തത്വമസി, ഞാനും ഈശ്വരനും രണ്ടല്ല ഒന്നാണ് എന്ന കൺസെപ്റ്റ്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ദ യൂണിവേഴ്സ്. ഈ സയൻറ്റിഫിക് പ്രെയർ എന്ന് പറയുന്നത് ഒരു ബെഗിങ് അല്ല, അതായത് ഒരു യാചനയല്ല. നാം സാധാരണ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോയി പ്രാർത്ഥിക്കാറുണ്ട്. വീടുകളിൽ നിലവിളക്ക് കത്തിച്ചും മെഴുകുതിരി കത്തിച്ചുമൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പലരും അവരുടെ ആവശ്യങ്ങൾ, ആവലാതികൾ തുറന്ന് അങ്ങോട്ട് പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കും. എന്നാൽ ചിലരാകട്ടെ അതെല്ലാം ഉള്ളിലൊതുക്കി ഇതെല്ലാം അവിടെ അറിയാമല്ലോ, പിന്നെ എന്തിനാണ് പറയുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ആ ഒരു രീതിയിൽ ഈശ്വരനും നമ്മളും രണ്ട് എൻറ്റിറ്റി ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് നാം അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് പല കാര്യങ്ങളും, അവിടെ കേൾക്കാം കേൾക്കാതിരിക്കാം അല്ലേ. എന്നാൽ ഇതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് സയൻറ്റിഫിക് പ്രെയർ. സയൻറ്റിഫിക് പ്രെയറിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സയൻറ്റിഫിക് പ്രെയറിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാത്ത കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശം തിരഞ്ഞെടുക്കുക. അവിടെ ഇരുന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് പ്രപഞ്ചവുമായി, ഈ യൂണിവേഴ്സുമായി ഒരു അലൈൻമെൻറ്റിലെത്തുക. അവിടെ കമ്മ്യൂണിക്കേഷൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഞാൻ സാധാരണ പ്രാർത്ഥിക്കാറുള്ളത് മണ്ഡലമുദ്രയിലിരുന്നാണ്. മണ്ഡലമുദ്ര എന്ന് പറയുമ്പോൾ ഇടത് കൈക്കകത്ത് വലത് കൈ വെച്ച് തള്ളവിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചിരിക്കുന്നതാണ് മണ്ഡലമുദ്ര. ഈ ഒരു മണ്ഡലമുദ്രയിൽ നാം കുറച്ചുനാൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി പിന്നെ എവിടെ എത്ര തിരക്കിനിടയിലും ഏത് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടിയാൽ കൈകൾ മണ്ഡലമുദ്രയിലാക്കി മടിയിൽ വെച്ച് സ്പൈൻ നേരെയാക്കി കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മുടെ മനസ്സ് ഒരു വിശ്രമാവസ്ഥയിലേക്ക് പോകും, ഒരു ധ്യാനാവസ്ഥയിലേക്ക് പോകും. ഇതൊരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ്. ഇതിൻ്റെ രണ്ടാം ഘട്ടം നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവാണ്. ഹൂ വി റിയലി ആർ. ഈ പ്രപഞ്ചത്തിൽ ഒരു എനർജിയേ ഉള്ളൂ. ആ എനർജിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എല്ലാ ജീവജാലങ്ങളും. നമ്മളും ആ എനർജിയുടെ ഒരു സൃഷ്ടിയാണെന്നും എന്നാൽ ഹ്യൂമൻ എക്സ്പീരിയൻസ് മാത്രമാണെന്നുമുള്ള തിരിച്ചറിവ്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഒരു കടലാണെങ്കിൽ നമ്മൾ അതിലൊരു തുള്ളിയാണ് എന്നുള്ള അറിവ്. ഇതിൻ്റെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ആസ്ക് ഓർ റിക്വസ്റ്റ്. അതായത് എന്താണോ നമ്മളുടെ സ്വപ്നം അത് സാക്ഷാത്കരിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫീൽ അവിടെ കൊണ്ടുവരിക. ഇനി അതൊരു ലക്ഷറി വാഹനമാണെന്നിരിക്കട്ടെ, ആ വാഹനത്തിനുള്ളിലെ പുതുമയുടെ ഗന്ധം, അലയടിക്കുന്ന നേർത്ത സംഗീതം, AC-യുടെ ഒരു ചെറിയ സുഖകരമായ തണുപ്പ്, പുറത്തെ ചാറ്റൽ മഴയുടെ സൗന്ദര്യം, ഇതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അത് അവിടെ കൊണ്ടുവരിക. ഇനി വാഹനമല്ല, വീടാണെങ്കിലും കരിയറാണെങ്കിലും ആരുടെയെങ്കിലും വിവാഹമാണെങ്കിലും നല്ല ബന്ധങ്ങളാണെങ്കിലും വിദേശ യാത്രകളാണെങ്കിലും നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളും അത് എൻജോയ് ചെയ്യുന്നതായിട്ട്, ആസ്വദിക്കുന്നതായിട്ടുള്ള ഒരു ഫീൽ അവിടെ കൊണ്ടുവരിക. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നന്ദിയാണ്. ഈ ആഗ്രഹം എനിക്ക് നിവർത്തിച്ച് തന്നതിന് ഈശ്വരന് നന്ദി. നമ്മളുടെ ശരീരത്തിലെ ഓരോ കോശവും ആ നന്ദിയാൽ ത്രസിച്ചു നിൽക്കണം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രപഞ്ചത്തിന് മുന്നിൽ നമസ്കരിക്കുകയാണ്. ഇനി ഈ നന്ദിയുടെ ഒരു ഭാവം അത് നമ്മുടെ ബോധത്തിൽ കൊണ്ടുവരുന്നത് വീണ്ടും വീണ്ടും നന്മയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിനുള്ള ഒരു ഓപ്പണപ്പാണ്. അടുത്തതായി നമ്മൾ സ്വപ്നം സാക്ഷാത്കരിച്ച് നിൽക്കുന്ന ആ ഒരവസ്ഥ, ആ ഒരു ഫീലിംഗ് അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക വിത്ത് അറ്റ്മോസ്റ്റ് ട്രസ്റ്റ്. പ്രപഞ്ചത്തിന് നമ്മുടെ ഇൻപുട്ടൊന്നും ആവശ്യമില്ല, അത് അവിടെ അതിൻ്റെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തോളും. അടുത്തത് റീപോസ് ഓർ സൈലൻസ്, അതായത് വിശ്രമാവസ്ഥയിലിരിക്കുക. നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിച്ച ആ സ്വപ്നം, ആ ഫീലിംഗ് അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൈലൻസ് കീപ്പ് ചെയ്യുക, അതായത് വിശ്രമാവസ്ഥയിലിരിക്കുക, ക്ഷമ കാണിക്കുക. നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ റീഅറേഞ്ച് ചെയ്ത് സ്വപ്ന സാക്ഷാത്കാരത്തിനായുള്ള പ്രോസസ്സ് അത് പ്രപഞ്ചം നടത്തിക്കൊണ്ടേയിരിക്കും. നമ്മളവിടെ അക്ഷമ കാണിച്ചിട്ട് കാര്യമില്ല. സ്വപ്ന സാക്ഷാത്കാരത്തിന് ആവശ്യമായ വ്യക്തികൾ ഒരുപക്ഷെ നമ്മളെ കണ്ടുമുട്ടിയേക്കാം, അതുമല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം. അതെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ആ പ്രോസസ്സ് അവിടെ നടന്നുകൊള്ളും. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ട് ഓൺ ഗൈഡൻസ്. അതായത് പ്രപഞ്ചം ചില നിർദ്ദേശങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും, ചില ഇൻറ്റ്യൂഷൻസ്, ഇന്നർ വോയിസസ്. അപ്പോൾ അത് കീനായിട്ട് ഒബ്സർവ് ചെയ്യുക. നമ്മളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണത്. നമ്മളത് കീനായി ഒബ്സർവ് ചെയ്ത് അത് അതുപോലെ ഫോളോ ചെയ്യുക, പാലിക്കുക. Okay, all the best. Thank you.